ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സാണ്. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിന് അടുപ്പല്ലോ ടക്ക് 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 ടക്കെന്ന് കട്ടറിലൊക്കെ വീഴുന്ന സമയത്ത് ഹമ്പ് കയറുന്ന സമയത്ത് സ്റ്റിയറിംഗ് കടകടാന്ന് അടിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ റാക്കൻഡ്. ഇവിടുന്ന് ഇത്രയും പോർഷൻ, ഇതിനുള്ളിൽ നിന്ന് വരുന്ന ഇത്രയും പോർഷനാണ് അതിൻ്റെ റാക്കൻഡ്. ഇത് നമ്മൾ മുന്നോട്ടും പുറകോട്ടും ആക്കുമ്പോൾ നമ്മൾ കയ്യിലറിയാം ടക്ക് ടക്ക് ടക്കെന്ന് ഉള്ള ഒരു സൗണ്ട് കേൾക്കാം. അതുപോലെ ഇതിൻ്റെ എൻഡും പോയതാണ്. നമുക്ക് ഇതിൻ്റെ എൻഡ് മാറണം, റാക്കൻഡ് മാറണം. ഇത് ടൈറോഡ് എൻഡ്, ഇത് റാക്കൻഡ്, ഇത് മാറണം. അതേപോലെ തന്നെ ഈ സൈഡും അതേ സൗണ്ടാണ് പ്ലേ ചെയ്യുന്ന സമയത്ത്, അത് മാറണം. അതിനായിട്ട് നമുക്ക് ഈ ബൂട്ട് ഇങ്ങോട്ട് നിൽക്കണം. അതുപോലെ തന്നെ ഈ ക്ലിപ്പ് അഴിച്ച് പുറകോട്ടാക്കിയിട്ട് ഈ ബൂട്ട് ഇങ്ങോട്ട് വെക്കണം. ഇവിടെയാണ് അതിൻ്റെ അഴിക്കുന്ന പോർഷൻ ഇരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഡാംബർ കിറ്റും നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിനായിട്ട് ആദ്യം നമുക്ക് ഇത് ലൂസ് ചെയ്യണം. എന്നിട്ട് പിന്നെയും കുറച്ച് വെളിയിലെടുക്കണം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ റാക്കൻഡ് ശകലം പോലും ഗ്രീസ് ഇല്ല, കണ്ടോ, ഇതിന് പ്ലേ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ റാക്ക് പുഷ് മാറേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ശകലം പോലും ഗ്രീസ് ഇല്ലാണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിനാഴ്ച ഗ്രീസ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ബോട്ട് ലൂസ് ചെയ്തിട്ടുണ്ട്. ഇത് റാക്കിൻ്റെ ഇവിടെ നിന്നാണ് ഇതിൻ്റെ പ്ലേ വരുന്നത്. ചെറുതായിട്ട് ഷേക്കാവുന്നുണ്ടോ? ഓക്കെ, അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് നമുക്ക് നീർക്കണം. ഓക്കെ, ഈ ലോക്ക് നൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കട്ടിങ്ങിൻ്റെ പോർഷൻ മാറും. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ലൂസ് ചെയ്തെടുക്കും. ഓക്കെ, അതേപോലെ ഈ സൈഡിലും ഈ താഴെയായിട്ട് ഒരു ലോക്കുണ്ട്. ആ ലോക്ക് നൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കട്ടിങ്ങിൻ്റെ പോർഷൻ മാറും. ഇത് നമുക്ക് ലൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അതിനായിട്ട് ഞാനിത് ലൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുൾ അഴിച്ചെടുക്കും. നമ്മളിതിൻ്റെ ലോക്ക് അഴിച്ചിട്ട് ഊരിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റും റൈറ്റും തമ്മിൽ ബൂട്ടിന് വ്യത്യാസമുണ്ട്. ഒന്ന് വണ്ണം കൂടിയ ബൂട്ടാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നീളം കൂടിയിട്ട് വണ്ണം കുറഞ്ഞ ബൂട്ടാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇത് യൂസ് ചെയ്ത് റാക്ക് പുറത്തെടുക്കണം. അകത്ത് എന്താ കണ്ടീഷൻ നോക്കാം. നല്ല ഫുള്ള് റെസ്റ്റായിട്ടിരിക്കുകയാണ്. ഗ്രീസ് കുറവായിട്ട് ഫുള്ള് റെസ്റ്റായിട്ടിരിക്കുകയാണ്. ഇതുണ്ട്, ഈ സൈഡിലൊരു ശകലം പോലും ഗ്രീസില്ല, റെസ്റ്റാണ്. ഓക്കെ, ഓക്കെ, നമ്മളിപ്പോൾ ഡാംബർ ലൂസ് ചെയ്യാണ്. 17 സ്പാനർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ സ്പ്രിങ്, അതിൻ്റെ പ്ലഞ്ചർ ഇരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ടോപ്പ് പിനിയൻ സൈഡ് നമ്മൾ ഊരിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഊരാണ്ട് ചെറിയൊരു ജസ്റ്റ് 2 തട്ട് ഈ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ, അത് അലൂമിനിയം ആണ്, അത് പൊട്ടാണ്ട് ജസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇപ്പോൾ പ്ലഞ്ചർ ടൈറ്റായിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഊരാനുള്ള പാട്. ഞങ്ങളിതിൻ്റെ ബെയറിങ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫുള്ള് റെസ്റ്റ് പിടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ റാക്ക്, ഓക്കെ, നമ്മളതിൻ്റെ റാക്ക് ഊരിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ റെസ്റ്റ് നമ്മൾ നൈസ് എമരി ഇട്ടെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഗ്രീസ് കുറവാണ്, ഗ്രീസ് ചെയ്യണം. ഇതാണ് എൻ്റെ പ്ലഞ്ചർ, ഇത് നമുക്ക് ഊരിയെടുക്കണം. ഇത് ഫുള്ള് റെസ്റ്റാണ്. ഓക്കെ, നമുക്ക് ക്ലീൻ ചെയ്ത് റെഡിയാക്കാം. അതിൻ്റെ ഡാംബർ കിറ്റിൻ്റെ പ്ലഞ്ചർ ഇത് ഫുള്ള് ജാമായിട്ട് സ്റ്റക്കായിട്ടിരുന്നത് ഉള്ളിൽ. ഓക്കെ, നമുക്കിത് മാറേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഗ്രീസെല്ലാം കളഞ്ഞ് അതിൻ്റെ റാക്കിൻ്റെ തുരുമ്പൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കാനുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്.
ഇതിൻ്റെ റാക്കിൻ്റെ തുരുമ്പെല്ലാം കളഞ്ഞു. ഓക്കെ, അതിൻ്റെ ത്രെഡിലുള്ള ഗ്രീസുകൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ളിലുള്ള ഗ്രീസുകൾ, അതിൻ്റെ റെസ്റ്റ് അതെല്ലാം ക്ലീൻ ചെയ്തു. ഓക്കെ, അതുപോലെ ബെയറിങ് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഗ്രീസെല്ലാം എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് ഈ ബെയറിങ്ങിനുള്ളിലും ഗ്രീസ് കയറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മാറേണ്ട സാധനങ്ങളാണ് റാക്കൻ്റെ 2 പീസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ടയറുടെൻ്റ്. ഓക്കെ, ഇതിനാണ് പ്ലേ ഉള്ളത്, കണ്ടോ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഗ്രീസും പവർ സ്റ്റിയറിംഗ് ഓയിലൂടെ മിക്സ് ചെയ്തിട്ട് നിറയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് നമുക്ക് ഗ്രീസ് പവർ സ്റ്റിയറിംഗ് ഓയിലൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഈ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഉള്ളിലായിട്ട് നിറയ്ക്കണം. അതുപോലെ ഗ്രീസ് നമുക്കിതിനകത്ത് പ്രസ് ചെയ്ത് ഗ്രീസ് കയറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പുതിയ ടയറോഡൻ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീസും പവർ സ്റ്റിയറിംഗ് ഓയിലൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫുള്ള് സ്റ്റിയറിംഗ് ബോക്സിനകത്ത് നിറച്ചു. പുതിയ ഡാമ്പർ കിറ്റ് ഇട്ടു. ഓക്കെ, ഇനി നമുക്കത് സെറ്റ് ചെയ്യണം. ഇത് ടൈറ്റ് ചെയ്തിട്ട്, ഇത് ഫസ്റ്റ് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡാമ്പർ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഡാമ്പറും ഇതിൻ്റെ ബെയറിങ്ങിൻ്റെ കപ്പും പിനീൻ്റെ കപ്പും ഇടാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് അതിനായിട്ട് ഇതിപ്പോൾ ടൈറ്റ് ചെയ്യാണ്ട് ഈ ഭാഗം ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ലോക്ക് ഇടുകയും വേണം. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഡാമ്പർ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിനിയൻ്റെ കപ്പും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതായത് സ്റ്റിയറിംഗ് ബോക്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ആ സ്പ്രിങ്ങും അതിൻ്റെ ആദ്യം ഡാമ്പറിൻ്റെ പ്ലഞ്ചർ ഇട്ട് കഴിഞ്ഞിട്ട് സ്പ്രിങ് ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് കപ്പ് ഇടുക. അതിനകത്ത് ഗ്രീസ് ശകലം തേക്കുന്നത് നന്നായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് 17-ൻ്റെയാണ് ഇതിൻ്റെ ത്രെഡ് വരുന്നത്. ഇത് ഫുൾ ടൈറ്റ് ചെയ്യുക. ഫുൾ ടൈറ്റ് മീൻസ് ഒരു ഏകദേശം നമ്മുടെ കയ്യിൽ ടൈറ്റ് ആവുന്ന വെച്ച് ടൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത്. ഓക്കെ, അപ്പോൾ നല്ല ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ അതിനനുസരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്രീ ആവുന്നിടം വരെ നിർത്തുക. ഓക്കെ, ആദ്യം ഫുൾ ടൈറ്റ് ചെയ്യുക. പിന്നീട് ഫുൾ ടൈറ്റ് ആവുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുകയില്ല. ഓക്കെ, റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവില്ല. അപ്പോൾ കുറച്ച് ലൂസ് ചെയ്ത് വിടുക. അതിനോടൊപ്പം തന്നെ ഇതിൽ പ്ലേ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, പക്ഷേ ഇതിലിപ്പോൾ പ്ലേ ഇല്ല, റാക്കിന് ഒട്ടും പ്ലേ ഇല്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ കറക്റ്റ് സെറ്റിങ് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ. ഒന്ന് വലിച്ച്. ഓക്കെ, ഇപ്പോൾ പക്ക ഫ്രീ ആണ്. പ്ലേ ഇല്ല, റാക്കിന് ഫ്രീയുമാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ബൂട്ട് സെറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റും നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. റാക്ക്, ടയറോഡൻ്റ്, അതിൻ്റെ ലോക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്ക് ഇട്ടിട്ടുണ്ട്. പ്ലഞ്ചർ അതെല്ലാം കിട്ടു. അതുപോലെ തന്നെ ഇവിടെ ഒരു ബൂട്ട് വരുന്നുണ്ട്. ഡസ്റ്റ് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി ബൂട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് കയറ്റി കഴിഞ്ഞിട്ട് ഇടാം. ഇതാണ് അതിൻ്റെ ബൂട്ട്. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിൽ കയറ്റണം. ഓക്കെ, വണ്ടിയിൽ കയറ്റി കഴിഞ്ഞിട്ട് മാനുവലായിട്ട് നമ്മൾ അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ സിമ്പിളായിട്ട് നമുക്കൊരു 800-ൻ്റെ മാരുതി 800-ൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കിയത്. ഓക്കെ, താങ്ക് യു.